ചന്ദ്രനിൽ വിജയകരമായി GPS സിഗ്നലുകൾ സ്വീകരിച്ച് നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് നാസ. ഇറ്റാലിയൻ ബഹിരാകാശ ഏജൻസിയുടെ സഹായത്തോടെയാണ് നാസ ഈ നാഴികക്കല്ല് പിന്നിട്ടത്. ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ള നാവിഗേഷൻ സിഗ്നലുകൾ ട്രാക്ക് ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള ആദ്യത്തെ ഉപകരണമായി ലൂണാർ GNSS റിസീവർ എക്സ്പെരിമെന്റ് മാറി. ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ നിന്നുള്ള സിഗ്നലുകൾ ചന്ദ്രനിൽ സ്വീകരിക്കുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്തു. ഭൂമിയിൽ സ്മാർട്ട് ഫോണുകൾ മുതൽ വിമാനങ്ങൾ വരെ നാവിഗേറ്റ് ചെയ്യാൻ നമുക്ക് GNSS സിഗ്നലുകൾ ഉപയോഗിക്കാമെന്നാണ് നാസയുടെ വിശദീകരണം. GPS-നോട് സാമ്യമുള്ളതും ഭൂമിയിൽ നിന്നുള്ള നാവിഗേഷൻ സിഗ്നലുകൾ കാണിക്കുന്നതുമാണ് GNSS. ചന്ദ്രനിൽ GNSS സിഗ്നലുകൾ വിജയകരമായി നേടാനും നിരീക്ഷിക്കാനും കഴിയുമെന്ന് ലൂഗ്രേ പരീക്ഷണം കാണിക്കുന്നുവെന്ന് നാസ വ്യക്തമാക്കുന്നു. ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് ലൂണാർ ലാൻഡർ ഉപയോഗിച്ചാണ് നാസ ചന്ദ്രനിൽ ഇത് സ്ഥാപിച്ചത്. മാർച്ച് 2-നാണ് ബ്ലൂ ഗോസ്റ്റ് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങിയത്. അതിനോടൊപ്പം അയച്ച 10 നാസ പേലോഡുകളിൽ ഒന്നായിരുന്നു ലൂണാർ GNSS റിസീവർ എക്സ്പെരിമെന്റ്. ഈ ഉപകരണം ചന്ദ്രനിൽ ഇറങ്ങിയുടൻ തന്നെ നാസ ശാസ്ത്രജ്ഞർ പ്രവർത്തിപ്പിച്ചു. 2.25 ലക്ഷം മൈൽ അകലെയുള്ള ചന്ദ്രനിൽ നിന്ന് ഭൂമിയുടെ GNSS സിഗ്നലുകൾ പകർത്തിയാണ് ലൂഗ്രേ അതിന്റെ സ്ഥാനവും സമയവും നിർണ്ണയിച്ചത്. നാസയുടെ ആർട്ടിമിസ് പ്രോഗ്രാം പോലെയുള്ള ഭാവി ദൌത്യങ്ങൾക്ക് കൃത്യമായ സ്ഥാനം, വേഗത, സമയം എന്നിവ നൽകുന്നതിലൂടെ മികച്ച നാവിഗേഷൻ സംവിധാനങ്ങൾ നൽകാൻ സഹായിക്കുന്നതിനാൽ ബഹിരാകാശ യാത്രികർക്ക് ഈ പരീക്ഷണം വലിയ ചുവടുവയ്പാണെന്നാണ് വ്യക്തമാക്കുന്നത്. ചന്ദ്രനിലേക്കും അതിനപ്പുറത്തേക്കുമുള്ള ദൌത്യങ്ങളിൽ നാവിഗേഷൻ കൂടുതൽ കൃത്യവും എളുപ്പവുമാക്കാൻ ഈ സാങ്കേതികവിദ്യ സഹായിക്കുമെന്നും വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.